ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് വിത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കീ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് S-400 എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അൺകണ്ടീഷണലായിട്ട് അതിൻ്റെ ഫുൾ മോഡൽ ഇന്ത്യക്ക് കൊടുക്കാൻ തയ്യാറാണെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. പുടിൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യ 5 more S-400 ബാറ്ററീസ് ഓർഡർ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം തന്നെ ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു യുദ്ധം ലൈം ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഓപ്പണായിട്ട് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും S-400 ഇന്ത്യക്ക് ഡെലിവറി ആകാൻ വേണ്ടിയിരിക്കുന്ന ഒരു സംഗതി നമ്മൾ ഇതിന് മുമ്പ് സൈൻ ചെയ്ത ഡീലാണ്. യുദ്ധം തുടങ്ങുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ച ഡീലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ്ലി സൈൻ ചെയ്തത് ഇന്ത്യക്ക് ഡെലിവറി ആവും. പുതിയതായിട്ടുള്ളതെല്ലാം തന്നെ എഗ്രിമെൻ്റ് ഒക്കെ ബാക്ക് ഡോറിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പണായിട്ട് തന്നെ ഡെലിവറി ഒന്നും നടക്കില്ല. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡിഫൻസ് പ്രോഡക്റ്റുകളും ഇന്ത്യക്കുള്ളിൽ വരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്ന ആ മൊമെൻറ്റ് മുതൽ ഇന്ത്യക്കുള്ളിൽ ചറപറ സാധനങ്ങൾ വന്നു തുടങ്ങും. ആ നിലയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫ്രീ ഫോറിൻ പോളിസിയാണ്. ഇന്ത്യക്ക് ആർക്കും തന്നെ ഉത്തരം കൊടുക്കേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെ പുടിൻ ഇന്ത്യയെ ഡെയിലി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് വെച്ചാൽ നമ്പർ 1 റഷ്യയുടെ എക്കോണമി വീക്ക് ആകുന്നുണ്ട്. 2 ഇന്ത്യയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ശക്തമായിട്ട് വേണം എന്നുള്ള നിലയിൽ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയെ എങ്ങനെ അമേരിക്കയുടെ ചേരിയിലേക്ക് മാത്രമായിട്ട് അനുവദിച്ചുകൂടാ എന്നുള്ള വിഷയത്തിൽ പുടിൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുടിൻ ഇന്ത്യയെക്കുറിച്ച് വീണ്ടും വീണ്ടും പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, റഷ്യ ഈ ഒരു റാപ്പോ വിത്ത് ബ്രിക്സ് മീറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളെല്ലാം ഡെവലപ്പ് ആകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും റഷ്യ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മാർക്കറ്റ് അതുപോലെ തന്നെ റഷ്യയുടെ ടെക്നോളജിയും കൂടി ചേരുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ എയർക്രാഫ്റ്റ് വിൽപ്പനയായിക്കോട്ടെ, അതേപോലെ ഫൈറ്റർ ജെറ്റിൻ്റെ വിഷയങ്ങളായിക്കോട്ടെ, പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നല്ല സ്കോപ്പുണ്ട്. റഷ്യയ്ക്ക് അടുത്തൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയാണ്. ചൈന എല്ലാം തന്നെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി റഷ്യയ്ക്ക് ഒരു ഹോപ്പുള്ളത് ഇന്ത്യയിലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുടിൻ ശക്തമായ രീതിയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എനിവേ നല്ലത് തന്നെയാണ്. ഗ്ലോബൽ ലീഡേഴ്സ്, അത് either ട്രംപ് ആയിക്കോട്ടെ പുടിൻ ആയിക്കോട്ടെ, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളുടെ പോളിസി എന്ന് പറയുന്നത്, നമ്മളുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഫ്രീ ഫോറിൻ പോളിസിയാണ്. അതുകൊണ്ട് ആർക്കും ഉത്തരം കൊടുക്കേണ്ടതില്ല എന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതുപോലെ നേപ്പാൾ അവരുടെ ആ ഒരു പഴയ ബാഗേജ് ഇറക്കി വയ്ക്കണം. ഇന്ത്യയുമായിട്ട് നേപ്പാളിൻ്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് സംസാരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കറുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലും ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിനെ തുടർന്ന് ഫോറിൻ മിനിസ്റ്ററുടെ മീറ്റിംഗ് ഇന്ന് നേപ്പാളുമായിട്ട് സംഘടിപ്പിച്ചതൊക്കെ തീർന്ന്. എന്നിട്ടും നേപ്പാളിൻ്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ചർച്ചയിലൂടെ ബോർഡർ ഇഷ്യൂ പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് നേപ്പാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് UK പോയി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ നേപ്പാൾ ബോർഡർ ഡിസ്പ്യൂട്ടിനെ പെട്ടെന്ന് തന്നെ അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് റെപ്രസെൻറ്റേറ്റീവിനെ അയച്ച് ചർച്ച നടത്തിയത് ഒരു ഗുഡ് ഡിപ്ലോമാറ്റിക് മൂവാണ്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു അയൽ രാജ്യം UK പോയി റിപ്പോർട്ട് ചെയ്തത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ തുടർന്ന് അവരെ ചെവിക്കൊള്ളുന്നില്ല എന്ന് കരുതുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവർ UK അപ്രോച്ച് ചെയ്തതായിട്ട് അവർ പറയുന്നത്. ബട്ട് ഇവിടെ ഉടനെ തന്നെ ഇന്ത്യ UK എന്നല്ല, ഈ ലോകത്ത് ആര് പറഞ്ഞാലും ഇന്ത്യ അത് ചെവിക്കൊള്ളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് തന്നെ U-ടേൺ ഇട്ട് ഇന്ത്യക്ക് തന്നെ നേരിട്ട് റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഡിസ്പ്യൂട്ട് അങ്ങനെ തന്നെ കിടക്കും, അതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുണ്ട്, വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർ പലതരത്തിൽ മീൻസ് ഇന്ത്യയുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ചൈന പ്രഷർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നിരന്തരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നേപ്പാൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ പേരിൽ അപ്പുറത്ത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് ചൈനയുടെ സൈഡിൽ നിന്ന്. നമ്മളിപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് താല്പര്യമെടുത്ത് ആ ഡിസ്പ്യൂട്ട് വിഷയത്തിനെ സോൾവ് ചെയ്യേണ്ടതില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാനിൽ POK മേഖലയിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഫോഴ്സ് POK മേഖലയിലുള്ള ജനങ്ങൾക്കെതിരെ ഇന്നലെയും വെടിയുതിർത്തു. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. 50 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. 50 പേരുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ പിന്നീട് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് അടിച്ച് ആട്ടി പായിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ വളരെയധികം സംഘർഷഭരിതമായിട്ട് തുടരുകയാണ്. ഏതാണ്ട് 5ാമത്തെ ദിവസമായിട്ട് അവിടെ ഇപ്പോൾ കലാപം തുടരുകയാണ്. അതിൽ മെയിനായിട്ട് അവർ ഏതാണ്ട് ഒരു 33 പോയിന്റ് അടങ്ങുന്ന ഒരു വലിയ റിപ്പോർട്ട്, ഒരു പ്രസ്താവന പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാണ്. അതിലൊരു പോയിന്റ് ഞങ്ങളെ ഇന്ത്യയോടൊപ്പം ചേരാൻ അനുവദിക്കണമെന്നൊരു പോയിന്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അസീം മുനീർ മിണ്ടായിരിക്കുമോ? അപ്പോഴേ ആർമിയെ അങ്ങോട്ട് അയക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഖൈബർ പഖ്തൂൺഖ്വയിലോ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിലോ പാകിസ്ഥാൻ്റെ ഈ ആർമിയെ അസീം മുനീർ അയക്കില്ല. കാരണം അയച്ചാൽ അറിയാം അവരപ്പോഴേ പൊട്ടിക്കും. പക്ഷേ ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിൽ അയക്കും. അവിടെ ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പാവങ്ങളുണ്ട്, പക്ഷേ മറ്റൊരു കൂട്ടർ തീവ്ര നിലപാടുള്ള ആൾക്കാരുമാണ്. ഇങ്ങനെ 2 കൂട്ടരാണ് അവിടെ ഉള്ളത്. പിന്നെ പരമാവധി ഷിയ മുസ്ലിംസാണ്, സുന്നി മുസ്ലിംസ് അല്ല. പാകിസ്ഥാൻ സുന്നി മുസ്ലിം സപ്പോർട്ടീവ് കൺട്രിയാണ്. ഷിയ, അഹമ്മദിയ, ക്രിസ്ത്യൻസ്, ഹിന്ദു ഇതെല്ലാം തന്നെ അവിടെ മൈനോറിറ്റി ആ രീതിയിലുള്ള മൈനോറിറ്റീസാണ്. അതും ഒരു കാരണമാണ്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ ഏതാണ്ട് 312ഓളം ഡ്രോണുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലേതാണ്ട് 190 ഡ്രോണുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടും ബാക്കിയുള്ളത് പതിച്ചതായിട്ടുമാണ് ഉക്രൈൻ പറയുന്നത്. അതിനെ തുടർന്ന് റഷ്യ സബ്രോഷീഷ്യ, അതേപോലെ തന്നെ ഒഡേഷ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ റഷ്യക്കുള്ളിൽ ഒരു എനർജി പ്ലാന്റ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉക്രൈനിലെ സെലൻസ്കി UK എത്തിയിട്ടുണ്ടായിരുന്നു. UK വെച്ചിട്ട് മീറ്റിംഗ്. മറ്റുള്ളവർ 3 പേരുണ്ടല്ലോ, യൂറോപ്യൻ മേഖലയെ നയിക്കുന്ന 3 പേര്. ആരൊക്കെയാണ്? ഒന്ന് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. 2 ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക്. 3 ഒബ്വിയസ്ലി ദ ആൾ ഇൻ ഓൾ നമ്മുടെ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ. ഒപ്പം സെലൻസ്കിയും. 4 പേരും കൂടി ചേർന്ന് തീരുമാനിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനമല്ല അവരെടുത്ത തീരുമാനം എങ്ങനെ ആയുധങ്ങൾ സമാഹരിക്കാം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പാസ്സായ ഫണ്ട് ഏത് രീതിയിൽ ആയുധമായിട്ട് മാറ്റാം. ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ സെലൻസ്കി പൊടി തട്ടിയെടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് അറ്റാക്ക് നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സ് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ച് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ ഇപ്പം രംഗത്തിറക്കിയിട്ടുണ്ട് റഷ്യ. അപ്പോൾ വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. UK നിന്നും അവർ പറഞ്ഞ പ്രസ്താവനയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ, റഷ്യ ഫ്രണ്ട് ലൈനിൽ അവിടെ വെച്ച് നിർത്തണം യുദ്ധം. എവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത് ആ സ്പോട്ടിൽ നിർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റുമെങ്കിൽ സ്ഥലം തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എനിവേ ഇവർ വീണ്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് ഞാൻ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ലാത്വിയയ്ക്കുള്ളിൽ ഒരു ഡ്രോൺ, അൺനൗൺ ഡ്രോൺ ഇങ്ങനെ പറന്നു വരികയാണ്. അതിനെ ലാത്വിയൻ ഫോഴ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് വെടിവെച്ചിട്ട്. എന്നിട്ട് അവർ പറഞ്ഞത് ഇത് ഉക്രൈൻ ഡ്രോണാണ് എന്നുള്ളത് അവർ തന്നെ ഉറപ്പിച്ചങ്ങ് പറയുകയാണ്. ഇത് ഉക്രൈനിൽ നിന്ന് വന്ന ഡ്രോണാണ്, ഞങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നതാണ് ലാത്വിയ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഈ നാറ്റോ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം ഉക്രൈൻ പലപ്പോഴായിട്ട് നാറ്റോ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ട് പോളണ്ടിൻ്റെ ഉള്ളിലും റൊമാനിയയ്ക്കുള്ളിലും മോൾഡോവയ്ക്കുള്ളിലും ലാത്വിയയ്ക്കുള്ളിലും ലിത്വാനിയയ്ക്കുള്ളിലും എന്തിനു ഭേദം ഫിൻലാൻഡിൻ്റെ സൈഡ് വരെ ഡ്രോൺ അയക്കുന്നുണ്ട് സെലൻസ്കി. ലാത്വിയ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവർ ബാൾട്ടിക് റീജിയനിലുള്ള രാജ്യമാണ്. ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയയൊക്കെ ഇങ്ങനെ ഒരേ ലൈനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ പണ്ട് ഹിറ്റ്ലർ യഹൂദന്മാരെ കൊന്ന് അവിടുത്തെ ഫോറസ്റ്റുകളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിൽ യഹൂദന്മാരെ കൊന്ന്. ആ സ്ഥലങ്ങളാണ് ഈ ബാൾട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ ബാൾട്ടിക് റീജിയൻ്റെ സ്റ്റോറിയൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വലിയൊരു കഥ തന്നെയാണ്. യഹൂദന്മാരുടെ ചോര പുരളാത്ത ഫോറസ്റ്റുകൾ അവിടെ ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഉക്രൈൻ്റെ ആ ശ്രമവും പാളിയിരിക്കുകയാണ്. അതായത് റഷ്യ അറ്റാക്ക് ചെയ്യും, നാറ്റോ അറ്റാക്ക് ചെയ്യും, അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ റെഡിയായിട്ട് വരണം എന്നുള്ളൊരു സൂചനയ്ക്കാണ് ഉക്രൈൻ സെലൻസ്കി ഇത്തരത്തിലുള്ള തരിയുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ റഷ്യ ഒരു നാറ്റോ രാജ്യങ്ങളുടെ ഉള്ളിൽ പോലും ഡ്രോൺ അയച്ചിട്ടില്ല ഇതുവരെ. ഈ യുദ്ധം തുടങ്ങി ആദ്യം മുതൽ അവസാനം വരെ റഷ്യ ഒരു നാറ്റോ രാജ്യങ്ങളുടെ ഉള്ളിലേക്കും ഡ്രോണോ മിസൈലോ ഒന്നും തന്നെ അയച്ചിട്ടില്ല. കംപ്ലീറ്റ് നടത്തിയത് ഉക്രൈനാണ്. ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ വാർഹെഡ് 170 നിന്നും 190 ഉയർത്തിയിരിക്കുകയാണ്.
അത് ബോൾഡായിട്ട് സ്റ്റേറ്റ്മെൻറ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യ ന്യൂക്ലിയർ വാർഹെഡിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഫെയിലിയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അവർക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈനയുടെ സഹായം തേടിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നിരീക്ഷണം ചൈനയിലൂടെ നടത്തുകയാണ് പാകിസ്ഥാൻ. ഇറ്റ് മീൻസ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമേ ഇല്ല. ചൈനയാണ് ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. L&T 18,000 കോടി ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്, തമിഴ്നാട്ടിലാണ്, പ്രത്യേകിച്ച് ഡേറ്റാ സെൻറ്റർ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷിപ്പ് ബിൽഡിങ്ങും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 18,600 കോടി. L&T എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 18,000 പേർക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബോത്ത് മേഖലകളിലും ഒരു 18,000 പേർക്ക് ജോലി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇന്ത്യയുടെ ഓയിൽ പോളിസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഓയിൽ പോളിസി ശരിക്കും റഷ്യയുടെ നിന്ന് ഇന്ത്യയെ എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ട് ആരും വിലക്കിയിട്ടില്ല. ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട്, അതായത് നമ്മുടെ അടുത്ത് ആരും എണ്ണ ഇവിടെ നിന്ന് വാങ്ങിക്കണോ അവിടെ നിന്ന് വാങ്ങിക്കണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ എവിടെ നിന്ന് ഓയിൽ വാങ്ങിക്കണം എന്നുള്ള ഡിസ്കഷൻസൊക്കെ അമേരിക്കയിൽ സെനറ്റിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നുണ്ട്. ഒഫീഷ്യലി ഇന്ത്യക്ക് ആരും തന്നെ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നിട്ടില്ല. രണ്ടാമത്, ഇന്ത്യയുടെ പോളിസി ഡൈവേഴ്സിഫൈ പർച്ചേസ് പോളിസിയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യും. നോട്ട് ഓൺലി റഷ്യ, നോട്ട് ഓൺലി വെനിസ്വേല, നൈജീരിയ, സൗദി അറേബ്യ, പല രാജ്യങ്ങളുണ്ട്, UAE, നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കും. അതിനാർക്കും ഒരു തടസ്സവും പറയാൻ പറ്റില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആരും ഡിക്റ്റേറ്റ് ചെയ്യേണ്ട എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ആർമിയിലെ മേജർ റാങ്കിലുള്ള അഭിലാഷ ബാരക് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയ്ക്ക് UN നിന്നും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയറിനുള്ള അവാർഡാണ് UN കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഈ വർഷം കിട്ടിയത് ഇന്ത്യൻ ഉദ്യോഗസ്ഥയായിട്ടുള്ള മേജർ അഭിലാഷ ബാരക്കിനാണ്. ഇവർ UN പീസ് കീപ്പിംഗ് മിഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.